ഹലോ എവരി വൺ, MG ഓട്ടോ ഗ്യാസ് ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഇന്ന് കൺവേർഷൻ ചെയ്യുന്ന വണ്ടി കിയ സെൽറ്റോസ് 1.4 GTX വണ്ടിയാണ്. ഏകദേശം നമുക്ക് ടർബോ എഞ്ചിനാണ്. ഇതിൽ നമുക്ക് ഉപയോഗിച്ചിരുന്ന കിറ്റ് നോക്കുമ്പോൾ KME ബ്രാൻഡാണ്. നമ്മൾ മാർക്കറ്റിൽ കുറേ ബ്രാൻഡുകളുണ്ട്. നമുക്ക് ലോവോട്ടോ ബ്രാൻഡുണ്ട്, സ്റ്റാഗ് ബ്രാൻഡുണ്ട്, യൂറോപ്പ് ഗ്യാസ് ബ്രാൻഡുണ്ട്. ഇതിലെല്ലാ ബ്രാൻഡിലും നമുക്ക് ഒരു ഡിഫറൻസ് നോക്കുമ്പോൾ KMEയിൽ നോക്കുമ്പോൾ നമുക്ക് പെട്രോളിൻ്റെ കൺസപ്ഷൻ ഏകദേശം നമുക്ക് 3% കുറയ്ക്കാൻ പറ്റും. ബാക്കിയുള്ള എല്ലാ ബ്രാൻഡ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 15% തൊട്ടിട്ട് 20% ഫ്യൂവൽ കൺസപ്ഷൻ വരും. നമുക്ക് പെട്രോള് CNG ഓടുമ്പോൾ വാഹനത്തിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഏകദേശം 3% അതിന് മിക്സ് ആവുക. ഇതിന് ഏകദേശം 70% നിങ്ങൾക്ക് മൈലേജ് കൂടുതൽ കിട്ടും. നമുക്കിതിൽ ഉപയോഗിച്ചിരുന്ന ബ്രാൻഡുകളുടെ പാർട്സുകളെ പറ്റി പറയാം. ഇത് നമുക്ക് ഈ പ്രഷർ റെഡ്യൂസറാണ്. ഇതിനെ നമുക്ക് ഡബിൾ സ്റ്റേജ് റെഡ്യൂസറാണ്. ഇത് ഏകദേശം 200 ബാർ തൊട്ടിട്ട് നമുക്ക് 2 ബാറായിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് നേരെ ഇഞ്ചക്ടറിലേക്ക് പോവുക. ഈ ഇഞ്ചക്ടർ നമ്മൾ ഉപയോഗിച്ചത് 1.9 ohms വർക്ക് ചെയ്യുന്ന ഇഞ്ചക്ടറാണ്. ഇത് ഫീനിക്സ് ബ്രാൻഡാണ്. നമുക്ക് മാർക്കറ്റിൽ കുറേ ബ്രാൻഡുകളുണ്ട്. നമുക്ക് വാൾടെക് ഉണ്ട്, പിന്നെ ഹോക്ക് ഇഞ്ചക്ടർ ഉണ്ട്, ഫീനിക്സ് ഉണ്ട്. ഓരോ ഇഞ്ചക്ടറിൻ്റെ ഓരോ സ്പെസിഫിക്കേഷൻ ഉണ്ട്. നമുക്കിപ്പോൾ വാൾടെക് തന്നെ 3 ohms ഉണ്ട്, 2 ohms ഉണ്ട്, പിന്നെ ഫീനിക്സ് 1.9 ohms ഉണ്ട്, ഹോക്ക് ഇഞ്ചക്ടർ ആകുമ്പോൾ 1 ohms ഉണ്ട്. നമ്മൾ ഓരോ ടർബോ ഇഞ്ചക്ടേഴ്സ് മാക്സിമം നമുക്ക് ഫാസ്റ്റ് റെസ്പോൺസ് ഇഞ്ചക്ടർ നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ ഉപയോഗിച്ചത് ഫീനിക്സ് ആണ്. ഇത് KME ബ്രാൻഡിൻ്റെയാണ്. ഇത് നമുക്ക് ഇതിൽ ഉപയോഗിക്കുന്ന ഓറിങ്സും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഫ്ലൂറോ പോളിമറിൻ്റെ ഓറിങ്സ് ആണ്. നമുക്ക് ഏകദേശം ഈ നോൺ സ്റ്റിക്കി മെറ്റീരിയലാണ്. പിന്നെ നമ്മൾ പൊല്യൂഷൻ റെസിസ്റ്റൻ്റ് ആണ്. നമുക്ക് ഏകദേശം നമുക്ക് ഡസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ സ്റ്റിക്ക് ആവില്ല, അതിൻ്റെ ഓറിങ് സ്റ്റിക്ക് ആവില്ല. പിന്നുള്ളത് നമുക്ക് മെയിനായിട്ട് ഇതിൻ്റെ ഫാസ്റ്റ് റെസ്പോണ്ട്, ഇതിൻ്റെ ഇഞ്ചക്ടർ ഓപ്പണിംഗ് ടൈം വളരെ സ്പീഡാണ്. അപ്പോൾ ഇതിൻ്റെ ഗ്യാസിൻ്റെ ഫ്ലോ സ്റ്റെബിലിറ്റി വളരെ പ്രിസൈസ് ആയിരിക്കും. നിങ്ങൾ ആ ഫ്യൂൾ ഡോസേജ് അത്രയും ഫ്യൂൾ ടേംസൊക്കെ നോക്കുമ്പോൾ അത്രയും നമുക്ക് 0 to 0 മാച്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിലെ മെയിൻ പാർട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് KME ബ്രാൻഡാണ്. ഇത് ഡയറക്റ്റ് ECM അതിൻ്റെ പേര് പറയാം. ഇതിൽ നമുക്ക് ഈ ടർബോ എൻജിൻസ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്രോളിൻ്റെ പമ്പിൻ്റെ പ്രഷർ കുറച്ചിട്ടാണ് നമുക്ക് CNG ഫ്ലോ കൊടുക്കണം ഉള്ളിലേക്ക്. അപ്പോൾ ഇതിൽ നമ്മൾ എന്തുകൊണ്ടാണ് നമുക്ക് 3% KMEയിൽ പറയണത്, മറ്റുള്ള ബ്രാൻഡിൽ 15% പറയണത് തന്നെ നമ്മളൊരു സ്പെഷ്യൽ ഡിവൈസ് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ EZP എമുലേറ്ററാണ് ഈ സാധനമാണ്. നമ്മൾ ഇതിൽ നോക്കുമ്പോൾ നമുക്ക് പമ്പിലേക്ക് ലൈൻ കൊടുത്ത കാരണം നമ്മൾ പ്രഷർ കുറച്ചിട്ടാണ് നമുക്ക് ഗ്യാസ് കോമ്പൻസേറ്റ് ചെയ്യുക. പിന്നെ ഇതിൽ നമുക്ക് അഡീഷണൽ ഒരു ഇഗ്നീഷൻ അഡ്വാൻസർ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഏറ്റവും അഡ്വാൻസ് സിസ്റ്റമാണ്. മാർക്കറ്റിൽ നമുക്ക് കുറേ അഡ്വാൻസറുകളുണ്ട്. നമുക്ക് ക്രാങ്ക് അഡ്വാൻസർ ഉണ്ട്, ക്യാം അഡ്വാൻസർ ഉണ്ട്. ഇതിൽ നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ 4 കോയിലാണ് അഡ്വാൻസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇഗ്നീഷൻ നോക്കുമ്പോൾ ഇതിലേക്ക് ലൈൻ പോകുന്നുണ്ടാവും. ഇത് അഡ്വാൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം പെട്രോളിൻ്റെ സെയിം പെർഫോമൻസ് കിട്ടുക. നമുക്കിപ്പോൾ ഇതിലിപ്പോൾ എങ്ങനെയാണ് പെട്രോളിൻ്റെ പെർഫോമൻസും അതേപോലെ നിങ്ങൾക്ക് കിട്ടും. ഇത് ശരിക്കും ഈ എൻജിൻ്റെ സ്പെക്ക് നോക്കുമ്പോൾ ഏകദേശം 1.4 ടർബോ GD. ഇതിൻ്റെ 1353 cc ആണ്. ഇതിൻ്റെ ഏകദേശം 140 PS 6000 RPM അടുത്ത് ആ ഒരു ഇതുണ്ടാവും ഇതിൻ്റെ. പിന്നെ ഇതിൻ്റെ ടോർക്ക് നോക്കുമ്പോൾ ഏകദേശം നമുക്ക് 242 നാനോമീറ്റർ അറ്റ് 1500 തൊട്ട് 3200 ആ റേഞ്ചിലുള്ള സ്പീഡ് ഇത് കിട്ടും നമുക്ക്. പിന്നെ ഇതിൽ മെയിനായിട്ട് നമുക്ക് സിലിണ്ടർ നോക്കുമ്പോൾ ഇത് 4 സിലിണ്ടറാണ്. നമുക്കിതിൽ നോക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളിതിൽ ഹൈ പ്രഷർ പമ്പാണ്. ഇതാണ് നമ്മൾ കൊടുക്കണം. നമ്മളിപ്പോൾ ശരിക്കും KMEയിൽ ECM ഹൈ പ്രഷർ പമ്പും. ഇതിൻ്റെ ഇഞ്ചക്ടർ നോക്കുമ്പോൾ എഞ്ചിൻ്റെ ബ്ലോക്കിൻ്റെ ഉള്ളിൽ വരാം. നമ്മൾ എഞ്ചിൻ്റെ ഇത് മെനിഫോൾഡാണ്. മെനിഫോൾഡിൻ്റെ അടിയിലായിട്ട് വരിക പെട്രോൾ ഇഞ്ചക്ടർ. അപ്പോൾ ഇതിൽ ശരിക്കും നമ്മൾ ഇതിൻ്റെ റെയിൽ സെൻസറും ലൈൻ കൊടുക്കുന്നുണ്ട്. പിന്നെ പമ്പിൻ്റെ പ്രഷറും ലൈൻ കൊടുക്കുന്നുണ്ട്. ഇത് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ECM ആണ്. പിന്നെ മെയിനായിട്ട് ഈ പമ്പിൻ്റെ പ്രഷർ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് EZP എമുലേറ്ററാണ്. ഇത് ഒരു ബ്രാൻഡിലും ഇല്ല, നമ്മൾ ബ്രാൻഡിൽ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ശരിക്കും നോക്കുമ്പോൾ പറഞ്ഞാൽ ഇതിൻ്റെ പ്രഷർ ഏകദേശം 98% വരെ, ഏകദേശം 97% വരെ നമുക്ക് പ്രഷർ കുറച്ചിട്ട് നമുക്ക് ഏകദേശം നമുക്ക് ആ 3% വർക്ക് ചെയ്യുന്ന രീതിയിലാണ് ഈ EZP എമുലേറ്റർ ഉപയോഗിക്കുക. ബാക്കി 97% നിങ്ങൾക്ക് CNG കോമ്പൻസേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിൻ്റെ എന്താ പറയുക പെട്രോളിൻ്റെ കൺസപ്ഷൻ അത്രയും കുറവാണ്. ഇത് നമ്മൾ ബാക്കിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ബാക്ക് ഫിറ്റിംഗ് കൂടി നോക്കാം. ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത്
65 ലിറ്റർ ടാങ്കാണ്. ഏകദേശം നമുക്ക് 14 kg സിലിണ്ടറാണെന്ന് പറയാം. ഇത് നമുക്ക് ഏകദേശം ഒരു 10 കിലോ ഫില്ല് ചെയ്യാം. ഇതിൻ്റെ വാൾവ് തെർമോസ്റ്റാറ്റ് വാൾവാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ടയറൊക്കെ നോക്കുമ്പോൾ ഇതിൻ്റെ അടിയിൽ തന്നെ നമുക്കൊന്നും ഡിസ്റ്റർബ് ചെയ്തില്ല. അതിൽ ഹെവി ക്ലാമ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ ചേസിലേക്ക് വെയിറ്റ് കൊടുത്തില്ല, അപ്പോൾ നിങ്ങൾക്ക് ഒരു കംപ്ലയിൻസും ഉണ്ടാവില്ല. മാർക്കറ്റിൽ നോക്കുമ്പോൾ കുറേ ആൾക്കാർ വെയിറ്റ് നമ്മൾ ബോഡിയിൽ കൊടുക്കുമ്പോഴാണ് ഈ പൊട്ട. അപ്പോൾ നമ്മൾ മാക്സിമം ചേസിലേക്ക് കൊടുത്തിരിക്കുക, നിങ്ങൾക്ക് ഒരു ഡിസ്റ്റർബൻസും ഉണ്ടാവില്ല. ഇതിൻ്റെ ഫില്ലിംഗ് പോയിന്റ് നമ്മൾ ഫ്രണ്ടിൽ തന്നെ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ ഫില്ലിംഗ് ഉപയോഗിക്കുന്നത്. ഇത് 2-way വാൾവാണ്. ഒന്ന് നമുക്ക് നേരെ ടാങ്കിലേക്ക് പോകും, ഒന്ന് നേരെ റെഡ്യൂസിലേക്ക് പോകും. ഇതിലാണ് നമ്മൾ ഫില്ല് ചെയ്യുക. ഇതൊരു സേഫ്റ്റി വാൾവാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ക്ലോസ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാം. പിന്നെ ഇത് സ്വിച്ചിൻ്റെ കോൺഫിഗറേഷൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതിൽ സ്വിച്ച് നോക്കുമ്പോൾ നമുക്ക് ഇവിടെയാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഒക്കെ ബ്ലിങ്ക് ആവും. നമുക്ക് പെട്രോളാണ് സ്റ്റാർട്ട് ആവുക. നമുക്കൊരു ടെമ്പറേച്ചർ 35 ഡിഗ്രി ടെമ്പറേച്ചർ ആകുമ്പോൾ ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് CNGയിലേക്ക് മാറും ആക്ച്വലി. സോ ഇതിൽ നമുക്ക് ഇപ്പോൾ ഇൻഡിക്കേഷൻ നോക്കുമ്പോൾ എല്ലാം ബ്ലിങ്ക് ആവും. നമുക്ക് ഇനി കുറച്ച് കഴിയുമ്പോഴേക്കും ഇത് CNGയിലേക്ക് മാറും ശരിക്കും. അപ്പോൾ ഇതിൻ്റെ ടൈം നോക്കുമ്പോൾ ഏകദേശം ഒരു 15 സെക്കൻഡ് 20 സെക്കൻഡ് ആകുമ്പോൾ ഇപ്പോൾ മാറി കണ്ട. ഇപ്പോൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ നിങ്ങൾ ഫുൾ ടാങ്ക് അടിച്ചിട്ടുണ്ട്, വണ്ടി കുറേ നേരം ഓടിച്ചു. നിങ്ങൾക്കിപ്പോൾ ഏകദേശം ഒരു 50% 60% അതൊരു ഫ്യൂലുണ്ട്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് പെട്രോൾ പോകണമെങ്കിൽ ജസ്റ്റ് ഒന്ന് അമർത്തിയാൽ മതി. ഇതപ്പോൾ പെട്രോളിലേക്ക് മാറി. ഇൻ കേസ് CNGക്ക് മാറണമെങ്കിൽ CNGക്ക് മാറ്റാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫുൾ ഫങ്ഷൻ. നമുക്ക് വണ്ടീൻ്റെ നമ്മൾ റേസ് ചെയ്യുമ്പോൾ ഫുൾ റേസ് നമുക്ക് കിട്ടും. കാരണം അതിൻ്റെ ഇഗ്നിഷൻ അഡ്വാൻസ് വർക്ക് ചെയ്യുന്ന കാരണം നിങ്ങൾക്ക് ആ പെർഫോമൻസിൽ ഒരു ലാഗും ഉണ്ടാവില്ല. അപ്പോൾ ഈ വണ്ടീനെ പറ്റി ഈ ഫുൾ വീഡിയോ നിങ്ങൾ വേണമെങ്കിൽ ഇനി നിങ്ങളെ ഫ്രണ്ട്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ റെക്കമെൻഡ് ചെയ്യാം. നിങ്ങൾ ഡെമോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡെമോ എടുക്കാം. കാരണം വണ്ടി നമ്മളെ ഒരു ബെസ്റ്റ് കസ്റ്റമറിൻ്റെ വണ്ടികളാണ്. നിങ്ങൾക്ക് എൻ്റെ പെർഫോമൻസും പവറും ചെക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.